ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ 3 ദിവസം മുമ്പേ നിങ്ങൾക്ക് തന്ന കുറച്ച് പ്രോബ്ലംസ് അത് ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ടില്ല, നിങ്ങൾക്ക് അസൈൻമെൻ്റായി തന്നതായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു അത്. അപ്പം ആ പ്രോബ്ലംസ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പ്രോബ്ലംസ് എങ്ങനെയായിരുന്നു? അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫൈൻഡ് എക്സ്പെക്ടേഷൻ എക്സ് if psi equal to 3x square for a particle trapped on x-axis between 0 and 1. ഓക്കെ, അതിങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം എക്സ്പെക്ടേഷൻ വാല്യൂ ഉള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ -∞ to ∞ ആണ്. പക്ഷേ ഇവിടെ ലിമിറ്റ് തന്നതുകൊണ്ട് 0 to 1 psi star x psi dx by integral 0 to 1 psi star psi dx എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സൈ സ്റ്റാർ സൈ ഒക്കെ ഞാൻ കാണാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഐ ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പം 3x² എന്ന് വരും. 3x² ഇൻറ്റു എക്സ്പെക്ടേഷൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആൾറെഡി ഉണ്ട്. പിന്നെ വീണ്ടും സൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3x² dx ബൈ ഇൻ്റഗ്രൽ 0 to 1 സൈ സ്റ്റാർ സൈ എന്ന് പറഞ്ഞാൽ 3x² ഇൻറ്റു 3x² dx എന്ന് വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? 3 × 3 9. അതുപോലെ ഇവിടെ ഒരു 3 × 3 9. അപ്പോൾ ആ 3 3 3 3 ഒക്കെ കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കിയുടെ എന്താ വരിക? x² × x x³ × x⁻². അല്ലേ. അപ്പോൾ മുകളിൽ എന്ത് വരും? x⁻5 എന്ന് വരും അല്ലേ. ഇൻ്റഗ്രൽ x⁻5 dx ബൈ താഴെ എന്ത് വരും? ഇൻ്റഗ്രൽ x⁻4 dx എന്ന് വരും അല്ലേ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x⁻0 to 1 ആണ് ലിമിറ്റ് അല്ലേ. 0 to 1. അപ്പം ഇതിൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇതെന്താണ്? x⁻5 ആണ്. അപ്പം എന്ത് വരും? x⁻6/6 എന്ന് വരും അല്ലേ. അപ്പം 0 to 1 ലിമിറ്റ് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇതെന്താണ്? x⁻5/5 എന്ന് വരും. ലിമിറ്റ് 0 to 1 കൊടുത്തു അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക? 0 to 1 ലിമിറ്റ് കൊടുത്താൽ 1/6 - 0 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും? 1/6 അല്ലേ. ഇനി ഇതോ 1/5 എന്ന് വരും. അതിന് തിരിച്ചിട്ടാൽ എന്ത് വരും? 5/1 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 5/6 ആണ് എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം അല്ലേ. രണ്ടാമത്തെ എന്തായിരുന്നു? ഹാവിങ് എ വേവ് ഫംഗ്ഷൻ. സെയിം പ്രോബ്ലം ആയിരുന്നു. സൈ ഈക്വൽ ടു 2x എന്ന് പറഞ്ഞൊരു വേവ് ഫംഗ്ഷൻ ട്രാപ്പിഡ് ബിറ്റ്വീൻ x ഈക്വൽ ടു 0 2 and 5 2നും 5നും ഇടയ്ക്ക് എക്സ് ആക്സിൽ ട്രാപ്പ് ചെയ്തൊരു പാർട്ടിക്കിളിൻ്റെ പ്രോബ്ലം ആയിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമുക്ക് സെയിം ഫോർമുല അപ്ലൈ ചെയ്യാം. എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 to 5 അല്ലേ. 2 to 5 സൈ സ്റ്റാർ എക്സ് സൈ അല്ലേ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു എക്സ് അല്ലേ. 2x ഇൻറ്റു എക്സ് ഇൻറ്റു 2x സൈ സ്റ്റാർ എക്സ് സൈ dx ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 2 to 5 സൈ സ്റ്റാർ സൈ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു 2x എന്ത് വരും? 4x² എന്ന് വരും അല്ലേ. ഈ 4ഉം ഈ 2 ഒക്കെ കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? ഇൻ്റഗ്രൽ x³ dx ബൈ ഇൻ്റഗ്രൽ x² dx എന്ന് വരും. 2 to 5 ആണ് ലിമിറ്റ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? x³ എന്ത് വരും? x⁻4/4 എന്ന് വരും ഡിവൈഡഡ് ബൈ ഇതിൻ്റെ എന്ത് വരും? x⁻3/3 എന്ന് വരും അല്ലേ. ലിമിറ്റ് 2 to 5. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് വരിക? 5/4 മൈനസ് 2/4/4 ഹോൾ ഡിവൈഡഡ് ബൈ 5/3 മൈനസ് 2/3/3 എന്ന് വരും അല്ലേ. ഇങ്ങനെയാണ് ലിമിറ്റ് വരിക. ഇനി നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്യുക. വ്യക്തമാണല്ലോ. ഇത്ര സിമ്പിളായിട്ട് ആ പ്രോബ്ലം ചെയ്യാം.
അല്ലേ? ഇതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, 5⁴ - 2⁴/4. ഈ 4 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ കോമൺ ആയിട്ട് വരും അല്ലേ, അത് കോമൺ ആക്കി ഇട്ടു. ഇനി നമുക്ക് ഇത് കാണാം എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്രോബ്ലം തന്നത് എന്തായിരുന്നു? ഫൈൻഡ് ദി ഐഗൺ ഫംഗ്ഷൻ. അതാണ് കുറേ പേര് തെറ്റിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി ഐഗൺ ഫംഗ്ഷൻ ഫോർ ദി ഓപ്പറേറ്റർ dy/dx ആക്ടിങ് ഓൺ ദി വേവ് ഫംഗ്ഷൻ psi = 2e⁻²x. 2e⁻²x എന്ന് പറഞ്ഞൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. ആ വേവ് ഫംഗ്ഷനിൽ d/dx എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യാണ്. അപ്പോൾ കിട്ടുന്ന ഐഗൺ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഇതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ഇതിൻ്റെ ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ ഫോർമുല എന്താണ്? g psi = gn psi എന്നാണ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ എഴുതാം, ax = λx എന്നുള്ള രീതിയിൽ എഴുതാം. അതും കുഴപ്പമില്ല, സെയിം ആണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിച്ച് ശീലിച്ച ഇക്വേഷൻ ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇതന്നെ പോവാം. g cap × psi = g × psi ആണ്. ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, g cap എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ ആണ്. g cap എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അത് psi എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്തു. അപ്പം നമുക്ക് ഒരു വാല്യൂ, ഒരു റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് വാല്യൂ അത് കിട്ടി ഇൻറ്റു ദ സെയിം വേവ് ഫംഗ്ഷൻ psi എന്ന് കിട്ടണം. ഇവിടെ g cap എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ഇവിടെ g എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ഇറ്റ് മേ ബി കോംപ്ലക്സ് ഓർ റിയൽ. ഈ ഫോർമാറ്റിൽ കിട്ടണം. അപ്പോൾ നോക്കുക, ഇത് g capൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന d/dx ആണ്, സൈൻ്റെ സ്ഥാനത്ത് 2e⁻²x ആണ്. അപ്പോൾ എന്ത് വരും? d/dx ഓഫ് 2e⁻²x അല്ലേ? d/dx ഓഫ് 2e⁻²x എന്താ? 2e⁻²x ഇൻറ്റു 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ ഇതേപോലെ എടുത്ത് ചെയ്താണ്. d/dx ഓഫ് e⁻²2e⁻²x = ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, എളുപ്പത്തിൽ ചെയ്താൽ 2 ഇവിടെ ചെയ്താൽ ബാക്കി എന്തല്ലേ ഇൻറ്റു 2e⁻²x എന്നാണ് അല്ലേ? ഇനി ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ജീൻ്റെ സ്ഥാനത്ത് d/dx, സൈൻ്റെ സ്ഥാനത്ത് 2e⁻²x ആണ്. നിങ്ങൾ പലരും ഐഗൺ വാല്യൂ എന്താണെന്ന് എഴുതിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം, വാല്യൂ എത്രയാണെന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾ നേരെ 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചിലർ, അത് തെറ്റാണ്. ഇവിടെ വേവ് ഫംഗ്ഷൻ 2e⁻²x ആണ് അല്ലേ? അപ്പോൾ 2e⁻²x ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം? 2e⁻²x നിൽക്കണം. ബാക്കി ഇവിടെ നിൽക്കുന്ന ആളാണ് ആര്? ലാംഡ, അല്ലെങ്കിൽ ഐഗൺ വാല്യൂ, അല്ലെങ്കിൽ g എന്ന് പറയുന്നത് അല്ലേ? ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു വാല്യൂ വേവ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? 2 ആണ് ഇതിൻ്റെ ഐഗൺ വാല്യൂ. അതാണ് ഒരു പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഫൈൻഡ് ദി ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ് ടു ദ ഓപ്പറേറ്റർ d²/dx² ആക്ടിങ് ഓൺ ദി വേവ് ഫംഗ്ഷൻ psi = 4e⁻²x. 4e⁻²x എന്ന് പറഞ്ഞൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ d²/dx² ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഐഗൺ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എന്താ ചെയ്യണ്ടേ? d²/dx² ഓഫ് 4e⁻²x കാണണം. എത്ര വരിക? ഈക്വൽ ടു d/dx ഓഫ്, ഫസ്റ്റ് d/dx ഓഫ് ഇത് എന്താ വരിക? 8e⁻²x എന്ന് വരും അല്ലേ? 2 × 4 8e⁻²x എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും എന്ത് വരും? 16e⁻²x എന്ന് വരും അല്ലേ? അപ്പം എന്ത് ചെയ്താം? d²/dx² ഓഫ് 4e⁻²x ഈക്വൽ ടു 16e⁻²x എന്ന് എഴുതരുത്. നമ്മളെ വേവ് ഫംഗ്ഷൻ എന്താ? 4e⁻²x ആണ് അല്ലേ? അപ്പോൾ ഇതിന് 4e⁻²x ഇതിൽ വേണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് എഴുതി? 4e⁻²x എന്ന് എഴുതി. ഇവിടെ എന്താ കാണുന്നത്? 16 ആണ്. ഇതിനെ 16 ആക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ട്. അതുകൊണ്ട് g psi = some value into psi. ഈ വാല്യൂ ഏതാണ്?
4 ആണ്. അതുകൊണ്ട് അതിൻ്റെ ഐഗൺ വാല്യൂ എത്രയാണ്? 4 ആണ് ഐഗൺ വാല്യൂ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് വേർതിരിച്ച് എഴുതണം. ഫോർ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ 4 ഈസ് ദി ഐഗൺ വാല്യൂ ആൻഡ് 4e raised to 2x ഈസ് ദി ഐഗൺ ഫംഗ്ഷൻ എന്ന് എഴുതണം കേട്ടോ. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, psi ഈക്വൽ ടു e raised to 2ix ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ഫോർ ദി ഓപ്പറേറ്റർ dy dx. dy dx എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ psi ഈക്വൽ ടു e raised to 2ixൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഐഗൺ വാല്യൂ എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എങ്ങനെ കാണാം? dy dx ഓഫ് e raised to 2ix ഈക്വൽ ടു എന്താ കിട്ടുക? എന്തെന്ന് വരും? e raised to 2ix തന്നെ വരും അല്ലേ. ഡെറിവേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെയല്ലേ വരിക. ഇനി ഇൻറ്റു എന്ത് വരും? 2i എന്ന് വരും അല്ലേ. ഇവിടെ 2i ആണെന്ത് ഐഗൺ വാല്യൂ. e raised to 2ix ആണ് വേവ് ഫംഗ്ഷൻ, അതിവിടെ ഉണ്ട്. ബാക്കി 2i വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാംഡ ഈക്വൽ ടു 2i ആണെന്ത് ഐഗൺ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടത്. ഇപ്പോൾ ഈ കണ്ട കേസിൽ ഇത് എന്താണ്? ഇമാജിനറി ആണ്, ബാക്കിയൊക്കെ റിയൽ ആണ് അല്ലേ. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ അതുപോലെ ഐഗൺ വാല്യൂ ഒക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, വ്യക്തമാണല്ലോ. ഇത് നിങ്ങൾ പലരും അത് കിട്ടിയില്ല, വ്യക്തമായില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സെഷൻ എടുത്തത്. അപ്പം ബാക്കി വരുന്ന ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഓൾ.